ശ്രീ ബേസിൽ പാറേക്കുടി, 2006 സമാനമായ ഒരു മെഡിക്കൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. അത് AIPMT എന്ന് പറയുന്ന പ്രീ മെഡിക്കൽ ടെസ്റ്റ്. ആ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ചോദ്യപേപ്പർ ചോർന്നു. രാജസ്ഥാനിലും ഡൽഹിയിലും വൻ തുകയ്ക്കാണ്, ലക്ഷങ്ങളാണ് ഓരോ പേപ്പറിനും ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കിയത്. ഒടുവിൽ പരീക്ഷ റദ്ദാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വീണ്ടും പരീക്ഷയ്ക്ക് ഇരുത്തേണ്ടി വന്നു 2006. അന്ന് ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരേ ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു നടപടി ഉണ്ടായതായി ഇവിടെ ആർക്കും അറിയില്ല. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്കൊന്ന് വരൂ. കർണാടക PSC, അതിപ്പോൾ 2-3 ദിവസമല്ലേ ആയുള്ളൂ. കർണാടകയിൽ ഇപ്പോൾ തിളച്ചു മറിയുന്നൊരു വിഷയമാണ്. ഒരു പോസ്റ്റിന് 80 ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കിയെന്ന് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. 400 പോസ്റ്റാണ്. 50 ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ കർണാടകയിലെ പ്രശ്നത്തിൽ എന്ത് നടപടി അവിടുത്തെ സർക്കാർ എടുത്തു എന്ന് പറയാമോ? കാരണം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി DK ശിവകുമാർ അവിടെ ജന്തർ മന്ദറിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയിരുന്നത് നമ്മൾ കണ്ടല്ലോ. ആദ്യം ഈ പറയുന്ന പേപ്പർ ലീക്കേജിന്റെ കാര്യത്തിൽ എന്തായാലും 89 പേപ്പർ ലീക്കേജസ് ആണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം. താങ്കൾ ഈ പറഞ്ഞ ഇത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതല്ലേ? നിങ്ങൾ ഈ പറയുന്ന കർണാടകയുടെ വിഷയത്തിൽ ഒന്ന് അഭിപ്രായം പറയൂ. കർണാടകയുടെ വിഷയത്തിൽ ഒന്ന് അഭിപ്രായം പറയൂ. കർണാടകയുടെ കാര്യത്തിൽ ഒന്ന് പറയുന്നേ. ഇതിപ്പോ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. താങ്കൾ ഒന്ന് മറുപടി പറയൂ. കർണാടകയിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്തൊന്ന് പറയൂ. ഞാനത് പറയാന്നേ. അപ്പൊ എനിക്ക് എന്റെ സമയമുള്ള ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ആൻസർ ചെയ്തോളാം. അതായത് ഈ പറയുന്ന ആങ്കർ ആദ്യം 1-2 ഇൻസിഡന്റ് അങ്ങ് പറയണ്ടായല്ലോ. 2014 ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുതൽ ഞാൻ ആ നമ്പർ പറയുമ്പോ എന്തിനാ ആങ്കർ എന്നെ തടയുന്നേ? 89 നമ്പറുണ്ട്, ഇഷ്ടം പോലെ പറയാനുണ്ട്. ഈ 2 പേപ്പർ നിറയെ അന്നത്തെ ചോദ്യപേപ്പർ ചോർച്ചയുടെ വിവരങ്ങളാണുള്ളത്. പറയാം. പേപ്പറിൽ പലർക്കും പലതും എഴുതാം. ഇത് ഞാൻ സംസാരിക്കും പല പ്രാവശ്യം പരിപാടി കാണിക്കുന്നു. താങ്കൾ മറുപടി പറയുന്നെങ്കിൽ മറുപടി പറയും. കർണാടകയിലെ പ്രശ്നം പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളും. താങ്കൾക്ക് അതിന് മറുപടിയില്ല. അതുകൊണ്ടാണ് എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നത്. നോക്കുന്നതിന്റെ കാരണം കർണാടക വിഷയത്തിൽ താങ്കൾക്ക് മറുപടിയില്ല. അത് തന്നെയാണ് കാര്യം. എനിക്ക് മറുപടി ഉണ്ട്. പറയൂ. എനിക്ക് മറുപടി പറയൂ. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കയറുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് 89 പേപ്പർ ലീക്കേജ്. നിങ്ങളെ തുണ്ട് കഷ്ണം പേപ്പർ എന്ന പരിപാടിയല്ല. ഇന്ത്യയിലെ 89 പേപ്പർ ലീക്കേജസ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വർഗീയവാദി ഇന്ത്യ ഭരിക്കുമ്പോ 89 പേപ്പർ ലീക്കേജസ്. അതിൽ 65 പേപ്പർ ലീക്കേജ് നടന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ടാ. ഇത്രയും നീറ്റ് പരീക്ഷ ഉൾപ്പെടെ ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ പരീക്ഷ പേപ്പറൊക്കെ ചോർത്തി കൊടുത്തിട്ട് 30 ലക്ഷം രൂപ വരെ വില ഇട്ടുകൊണ്ട് ടെലിഗ്രാമിനും മറ്റുള്ള ചാനലുകളിലും ഇതിനെ വിൽക്കാൻ വെച്ചിട്ട് വന്നിരുന്ന് വർത്താനം പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആങ്കർ ആദ്യം പറഞ്ഞല്ലോ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടിയെന്ന്. എന്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്നല്ലേ പറഞ്ഞേ? എന്ത് ഇന്റലിജൻസ് റിപ്പോർട്ടാ കിട്ടിയേ? ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇത് ചെയ്തു അത് ചെയ്തു. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. ഇന്റലിജൻസുകാര് ആങ്കറെ വിളിച്ചു പറഞ്ഞോ? അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ ഓഫീസിൽ നിന്ന് ജനൻ ടിവിയുടെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞോ ഞങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതാണ്? ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഒന്ന് കാണിച്ചേ. അല്ലെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കോപ്പി ചോദിക്കുന്നത് തന്നെയാണ് അനൗചിത്യമാണ് സാർ. ഇന്റലിജൻസ് റിപ്പോർട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് കോപ്പിയൊന്നുമില്ല. അപ്പോഴും താങ്കൾ കർണാടക വിഷയത്തിലേക്കൊന്നും വരുന്നില്ല. കർണാടകയിലേക്കൊന്നും വരൂ. അവിടെ എന്ത് നടപടി എടുത്തു എന്ന് താങ്കൾ പറയൂ. താങ്കൾ മറുപടി പറയുന്നില്ലെങ്കിൽ ഞാൻ ഉല്ലാസ് ബാബുവിലേക്ക് താങ്കൾ വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കുകയാണ്. ഞാൻ വളരെ കാതലായ ഒരു കാര്യമാണെന്ന് താങ്കളോട് ചോദിച്ചത്. കർണാടകയിൽ ഒരു പോസ്റ്റിന് 80 ലക്ഷം രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നുവെന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന് മറുപടി പറയൂ. ശ്രീ ഉല്ലാസ് ബാബു, ഒരു സെക്കൻഡ്. ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ അങ്ങയിലേക്ക് വരാം, സമയമുണ്ട്. അത് വെറുതെ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ചില സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് മറുപടി ഉണ്ടാകുന്നില്ല. ശ്രീ ആർ ജെ ഡിയുടെ വർഗീസ് ജോർജ് സാറെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ
എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ചാനൽ ചർച്ചകളൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ അങ്ങ് ഈ ചർച്ചകളിൽ വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങ് കാര്യങ്ങളൊക്കെ ഗൗരവമായി സംസാരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷെ അങ്ങേക്ക് ജരാനരകൾ ബാധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് രാഷ്ട്രീയ അന്ധത ബാധിച്ചതെന്ന് ബഹുമാന പുരസ്സരം അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തേണ്ടതുണ്ട്. കാരണം അങ്ങ് ചോദിച്ചു എന്തിനാണ് മന്ത്രിമാരെ ചർച്ചയ്ക്ക് അയച്ചത്. സാറിൻ്റെ രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. സാറിൻ്റെ മൂന്നാമത്തെ ചോദ്യം, സമരപന്തലിലേക്ക് എന്തിനാണ് ഉദ്യോഗസ്ഥനെ അയച്ചത്. സാറിൻ്റെ നാലാമത്തെ ചോദ്യം, നിങ്ങൾ സർക്കാർ സർക്കാർ വഴങ്ങി എല്ലാം നമുക്ക് സാർ ഇതിൻ്റെ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടോളൂ, കുഴപ്പമില്ല. സർക്കാർ എല്ലാം വഴങ്ങി എല്ലാം ഒതുങ്ങി തീർന്നില്ലേ എന്നുള്ള ചോദ്യം കൃത്യമായിരുന്നു. സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് മന്ത്രിമാരെ ചർച്ചയ്ക്ക് അയച്ചത്? ജനാധിപത്യം എന്ന് പുട്ടിന് പേരിടുന്ന ആദ്യം നാഴികക്ക് 40 വട്ടം പറഞ്ഞിരുന്ന നിങ്ങൾ ജനാധിപത്യത്തിൽ ഡയലോഗ്സിലൂടെ അല്ലാതെ എങ്ങനെയാണ് സാർ ഒരു വിഷയം ചർച്ച ചെയ്യുക? ഒരു സമരമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പിന്തുണ കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലെ സർക്കാരുകൾ ഈ സമരം ഉണ്ടായ സമയത്ത് ഡയലോഗ്സിന് തയ്യാറായിരുന്നോ ഇല്ലയോ? അങ്ങ് അതിനെ അനുകൂലിച്ചിരുന്നോ ഇല്ലയോ? സ്വന്തം പാർട്ടിയിൽ പോലും വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഡയലോഗ്സിലൂടെ പരിഹരിക്കണമെന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നും അത് ഇടയ്ക്ക് നോക്കാറുണ്ട്. അത് അങ്ങ് മനസ്സിലാക്കുക. ഒരു ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ ചെയ്തത് പോരാ എന്ന് ഒരു അഭിപ്രായമുണ്ട് എങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ ആ പ്രയാസം ഉന്നയിക്കുമ്പോൾ ആ സർക്കാർ അവരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അവരുന്നയിക്കുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അതിനെ കൈയടിക്കണമെന്നാണ് ഒരു രാഷ്ട്രീയ സീനിയർ എന്ന രീതിയിൽ അങ്ങ് അതിനെ എടുക്കേണ്ടത്. അല്ലാതെ എന്തിന് ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അങ്ങ് കണ്ണാടിയിൽ നോക്കി അങ്ങ് തന്നെ പറയണം. പ്രധാനമന്ത്രി ജനത്തെ അഭിസംബോധന ചെയ്തു. പിന്നെ ആരാണ് സാർ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? അങ്ങേപ്പോലെ പ്രധാനമന്ത്രിയെ ഇഷ്ടമില്ലാത്തവരുടെ കത്തും കിട്ടൂരവും വാങ്ങിച്ചിട്ട് വേണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ ആളുകളോട് അഭിസംബോധന ചെയ്യാൻ? സാർ അങ്ങ് ഒരു സുപ്രഭാതത്തിൽ വെളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഞാൻ അങ്ങ് പോയി കളയാം, ആ പാർലമെൻറ്റിൽ കസാരയിൽ ഒന്ന് ഇരുന്ന് കളയാം, ഞാനങ്ങ് പ്രധാനമന്ത്രിയായി എന്ന് സ്വയം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പകരം ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പിലൂടെ 3ാം തവണയും ഭാരതത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഭാരതത്തെ ലോകരാജ്യങ്ങളിലേക്ക് ഉയർത്തിയ ഏറ്റവും മിടുക്കമായിട്ട് ഉയർത്തിയ വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ താങ്കളെ പോലെയുള്ളവരുടെ തിട്ടൂരം ആവശ്യമില്ല. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങയുടെ രാഷ്ട്രീയ അജ്ഞതയാണ്, അത് അങ്ങ് തിരുത്തുമല്ലോ. മൂന്നാമത്തെ കാര്യം, സർക്കാർ മുട്ടുമടക്കി. സാർ ഞാൻ ചോദിക്കട്ടെ, എന്നെ കോട്ട് ചെയ്തുകൊണ്ട് അങ്ങ് ആദ്യം പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? സാർ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. കുട്ടികൾ ഉന്നയിക്കുന്ന വിഷയം കൃത്യമായി പറയുന്നു. ഭാവി തലമുറയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തലമുറ ഉന്നയിക്കുന്ന വിഷയത്തെ സർക്കാരും പ്രധാനമന്ത്രിയും കൃത്യമായി അഡ്രസ്സ് ചെയ്യും. പക്ഷേ ആ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സമരത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ വൃത്തികേടുകൾ നടത്തുന്ന ചില ശക്തികൾ അതിൻ്റെ പുറകിൽ കൂടി അവർ ഉന്നയിക്കുന്ന വിഷയത്തെ സാർ ഞാൻ ചോദിക്കട്ടെ, അങ്ങക്ക് ഞാൻ പഠിപ്പിച്ചു തരണ്ടല്ലോ, ഞാൻ അങ്ങയേക്കാൾ വളരെ ജൂനിയറാണ്. സാർ എങ്ങനെയാണ് ആർട്ടിക്കിൾ 370 ഈ വിഷയത്തിൽ ഒരു ചർച്ചയാകുന്നത്? സാർ എങ്ങനെയാണ് ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ഇതിൽ ചർച്ചയാകുന്നത്? സാർ നേപ്പാളിലെ പോലെ ഇവിടെ നടത്തണം, നേപ്പാൾ ആരംഭിക്കണം, നേപ്പാൾ ആവർത്തിക്കണമെന്ന് അവിടുത്തെ സമരത്തിൽ പങ്കെടുത്ത ചില വ്യക്തികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അങ്ങ് കണ്ടില്ലേ? അംഗീകരിക്കുന്നുണ്ടോ? സാർ പാർലമെന്റിലേക്ക് പീരങ്കി ഓടിച്ചു കയറ്റി കിട്ടുന്നതിനെ വെടിവെക്കണം, അത് പറഞ്ഞതിനെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങ് അംഗീകരിക്കുമെന്ന്. സാർ പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് വിളിച്ചു പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്ന വ്യക്തികളെ അംഗീകരിക്കണോ സാർ? അങ്ങ് അംഗീകരിക്കോ? ജനാധിപത്യ ഭാരതത്തിൽ അതിനെ അങ്ങ് അംഗീകരിക്കോ? സാർ ഞാൻ ചോദിക്കട്ടെ, ആ നേപ്പാളിൽ സംഭവിച്ചത്, ശ്രീലങ്കയിൽ സംഭവിച്ചത്, ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കണമെന്ന് വാദം പിടിക്കുന്ന ആ നിലപാട് ഈ സമരത്തിൽ ഉയർത്തുന്ന ചില വ്യക്തികൾ ഈ സമരത്തിന്റെ കുട്ടികളുടെ ഭാഗമല്ല, മറിച്ച് ഇതിൽ നുഴഞ്ഞു കയറ്റി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിനെ ടൂളാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ച ചില ക്ഷുദ്രശക്തികളാണ്. അങ്ങ് അതിനെ അംഗീകരിക്കുന്നുണ്ടോ?
അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? നോക്കൂ, അങ്ങ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ഇന്നലെയും വന്ന ആളല്ലല്ലോ. എത്രയെത്ര സർക്കാരുകൾ കണ്ടു, എത്രയെത്ര രാഷ്ട്രീയ നാടകങ്ങൾ അങ്ങ് കണ്ടിട്ടുണ്ട്, എത്രയെത്ര രാഷ്ട്രീയ ഡയലോഗ്സ് അങ്ങ് കണ്ടിട്ടുണ്ട്. ചോദിക്കട്ടെ സാർ, 2009 മുതൽ 2011 വരെ PSC പരീക്ഷ ഈ കേരളത്തിൽ വിഷയം ഉണ്ടായില്ലേ? 2012 ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ ലീക്കായില്ലേ സാർ? 2019 യൂണിവേഴ്സിറ്റി കോളേജിന്റെ CP എക്സാം ലീക്കായില്ലേ സാർ? 2020 KS പ്രിലിമിനറി എക്സാം ഇവിടെ ലീക്കായില്ലേ സാർ? 2019 അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷ ഇവിടെ ലീക്കായില്ലേ സാർ? 2023 സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എക്സാം ഇവിടെ ലീക്കായില്ലേ സാർ? 2024 LD ക്ലർക്കിന്റെ എക്സാം ഇവിടെ ലീക്കായില്ലേ സാർ? 2024-25 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്റ്റൻഷന്റെ ഭാഗമായി വന്നിട്ടുള്ള എക്സാം പരിപൂർണമായി ലീക്കായില്ലേ സാർ? 58 ചോദ്യങ്ങൾ മൊബൈലിലേക്ക് വന്നില്ലേ സാർ? 2024 ലാസ്റ്റ് ഗ്രേഡ് എക്സാം കൃത്യമായി ലീക്കായില്ലേ സാർ? പഞ്ചാബിൽ 2, ഹരിയാനയിൽ 5, രാജസ്ഥാനിൽ 10, മഹാരാഷ്ട്രയിൽ 9, കർണാടകയിൽ 6, അതേപോലെ കേരളത്തിൽ, തെലങ്കാനയിൽ, മധ്യപ്രദേശിൽ 7, ആന്ധ്രാപ്രദേശിൽ 2. അങ്ങനെ 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 കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ലീക്കേജുകളെ കുറിച്ച് അക്കമിട്ട് ഞാൻ പറഞ്ഞു തരണോ? 2004 ഓൾ ഇന്ത്യ മെഡിക്കൽ പരീക്ഷ എന്താ സാർ 2004 ലീക്കായത്? എന്താ കോൺഗ്രസ് എടുത്ത നിലപാട്? 2006 എയിംസ് PG മെഡിക്കൽ എൻട്രൻസ് ലീക്കായല്ലോ. എന്താ കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നേ? 2006 CBSE ക്ലാസ് 12 അക്കൗണ്ടൻസി ലീക്കായല്ലോ. എന്തായിരുന്നു കോൺഗ്രസ് നിലപാടുണ്ടായിരുന്നേ? 2007 വീണ്ടും AI ലീക്കായല്ലോ. എന്താ കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നേ? 2008 വീണ്ടും ലീക്കായല്ലോ പ്രിലിമിനറി മെഡിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളത്. 2008 വീണ്ടും പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷ ലീക്കായല്ലോ. 2010 RRB ലീക്കായല്ലോ. 2011 വീണ്ടും ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ലീക്കായല്ലോ. 2011 LIC അടക്കമുള്ള ഇതിന്റെ പരീക്ഷ ലീക്കായി. 2012 വീണ്ടും എയിംസ് ലീക്കായി. 2013 SSC ലീക്കായി. 2013 വീണ്ടും CBSE ലീക്കായി. ആ സമയത്തൊക്കെ നിങ്ങളുടെ കോൺഗ്രസിന്റെ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ രാജിവെച്ചിരുന്നോ? ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം എവിടെയായിരുന്നു? ഇതേ രാഹുൽ അന്ന് ഭരിച്ച പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ പോയി ഈ അഭ്യാസം നടത്താൻ എന്തേ തയ്യാറായില്ല? രാഷ്ട്രീയ ഗിമ്മിക്ക് കൊണ്ടുവരരുത്. അന്നവും വെള്ളവും വെളിച്ചവും കൊടുക്കുന്നതല്ല വിഷയം. പകരം ഉന്നയിക്കുന്ന വിഷയത്തെ ഒരു സർക്കാർ കൃത്യമായി അഡ്രസ് ചെയ്ത് ആ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെ യഥാവിധി കൈകാര്യം ചെയ്യുമ്പോൾ, അത് സർക്കാർ ഭംഗിയായി കൈകാര്യം ചെയ്യുമ്പോൾ, പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യുമ്പോൾ, മന്ത്രി ചർച്ച ചെയ്യുമ്പോൾ, അവിടെ കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോൾ ആ കുട്ടികളെ മുന്നിൽ നിർത്തി, അവരെ മുന്നിൽ നിർത്തി അതിന്റെ പുറകിൽ മറ്റൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടാക്കി അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ രാഷ്ട്രീയ നാടകം കളിക്കുന്ന ചില വ്യക്തികൾ, ക്ഷുദ്രജീവികൾ, മസാലക്കൂട്ടുകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട. BJP സർക്കാർ വന്നതിന് ശേഷം ചില സെലിബ്രിറ്റി കൂട്ടുകളും ചില മറ്റ് മസാലക്കൂട്ടുകളും കൂടി ചേർന്ന് മോദി അങ്ങ് താഴെ ഇറക്കി കളയാം, മോദിയെ ഇപ്പൊ അങ്ങ് പറഞ്ഞയച്ചു കളയാം, BJP സർക്കാരിനെ അങ്ങ് വിട്ട് കളയാം എന്ന് വിചാരിച്ച് നടക്കുന്ന തട്ടിപ്പ് കമ്പനിക്കാർ, ആ കമ്പനിക്കാർ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നു. കുട്ടികളല്ല കേട്ടോ, അവരുടെ ആവശ്യത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഭംഗിയായി. അവരുടെ ഉന്നയിച്ച വിഷയത്തെ സർക്കാർ പരിഗണിക്കും ഗംഭീരമായി. അവർ ഉന്നയിച്ച ഓരോ പ്രയാസങ്ങളെയും സർക്കാർ അത് മനോഹരമായി തന്നെ കൃത്യമായി പഠിച്ച് ഭാവിയിൽ അതുണ്ടാകാത്ത രീതിയിൽ എന്താണോ നിയമം വേണ്ടത് ആ നിയമം നടപ്പിലാക്കിക്കൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട മക്കളുടെ വീടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ കൃത്യമായി അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. പക്ഷേ അതിന്റെ പുറകിൽ അഭ്യാസം നടത്താൻ വന്നവരോട് ഒരു തരത്തിലും സമരസപ്പെടാൻ സാധിക്കില്ല. നേപ്പാൾ സ്വപ്നം കണ്ടവരോട്, അതിനുവേണ്ടി ജോർജ് സോറോസിന്റെ അടുത്ത് പോയിട്ട് ചർച്ച ചെയ്തവരോട്, ഭാരതത്തിൽ നിന്ന് പോയി ചർച്ച ചെയ്തവരോട് ഒന്നും സർക്കാർ സമരസപ്പെടില്ല എന്നുള്ളത് കൃത്യമായ കാര്യമല്ലേ? വയനാട് ഒരു ദുരന്തമുണ്ടായിട്ട് വന്നു നോക്കാൻ നേരം കിട്ടാത്ത MP ഉള്ള പാർട്ടിയുടെ നേതാവ് പറയുകയാണ് BJPയെ തിരുത്താൻ വരുന്നത്രേ. BJPയെ തിരുത്താൻ വരുന്നു. നേതാവേ, അങ്ങ് അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അങ്ങ് പറഞ്ഞല്ലോ BJPയുടെ പ്രധാനമന്ത്രി വർഗീയവാദിയാണെന്ന്. ഹോ, ഒന്ന് പോയി പണി നോക്ക് സാറേ. ഇതേ BJPയുടെ വ്യക്തി ഈ 15 കൊല്ലം ഞങ്ങൾ കൃത്യമായി 3ാം തവണയും ഭാരതത്തിനകത്ത് ഏറ്റവും കൂടുതൽ MLA മാർ, ഏറ്റവും കൂടുതൽ MP മാർ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി, ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ, ഏറ്റവും കൂടുതൽ പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ, ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മൂലയ്ക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ഭംഗിയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഭാരതത്തിന്റെ കൈപ്പിടിച്ച് ലോകരാജ്യങ്ങളിൽ കൃത്യമായി കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ഉയർത്തിയത് കൊണ്ടാണ്. ഇതേ മക്കളെയും ഇതേ ഭാവി തലമുറയെയും അവരുടെ വിദ്യാഭ്യാസത്തെയും ഒരു സംശയം വേണ്ട. അതിലെവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഇതേ പ്രധാനമന്ത്രി അവരെ കൈപ്പിടിച്ചുയർത്തി കൃത്യമായി കൊണ്ടുപോകും. നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ 3ാം തവണയും അപ്പുറത്ത് പോയിരിക്കുന്നല്ലേ. ആദ്യം ആ മനുഷ്യനെ 365 ദിവസം ഭാരതത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് സഭയിൽ ഉന്നയിക്കുന്ന സമയത്ത്, സഭ കൂടുന്ന സമയത്ത് ഉന്നയിക്കുന്ന സമയത്ത് സാറോടൊന്ന് മര്യാദയ്ക്ക് വന്ന് അവിടെ ഇരുന്ന കാര്യങ്ങൾ ഉന്നയിക്കാൻ പറ.
അതിലാദ്യം മിടുക്ക് കാണിക്കാൻ പറ, എന്നിട്ട് ഞങ്ങളുടെ നെഞ്ചത്ത് വന്നാൽ മതി. പിന്നെ കയ്യടി വാങ്ങിക്കാനാണെങ്കിൽ വെച്ച് കലക്കേക്ക്, അത് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ കൃത്യമായി പഠിച്ചിട്ടായിരിക്കണം. 2004 മുതൽ 2014 വരെയുള്ള കൃത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത്, വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് അതിന്റെ കണക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ എന്താണ് നിങ്ങളുടെ സർക്കാർ ചെയ്തെന്ന് പറഞ്ഞു ചോദിക്കട്ടെ. CBI എൻക്വയറി ആരാ പറഞ്ഞത്? CBI എൻക്വയറിയുടെ പേരത്ത് 13 പേരെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് ആരാ ഇന്ന് ജയിലിൽ കിടക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം വളരെ കൃത്യമായി പറയാം, രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ തട്ടിപ്പ് സംഘങ്ങൾ, ഈ മക്കളുടെ കാര്യമല്ല, ആ സമരത്തെ ഹൈജാക്ക് ചെയ്ത തട്ടിപ്പ് സംഘങ്ങൾക്ക് നിങ്ങൾ കൊടപിടിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചോ, ഞങ്ങൾ അതിന് നിന്നു തരില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്.